ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ ഫുൾ ലോങ് വീഡിയോ ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാം. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് നമുക്കൊന്ന് കൂടാം. നല്ല തണുപ്പാണ് അവിടെ. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബാൽക്കണി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അച്ചോട്ടൻ പോകുമ്പോൾ അധികം ബാൽക്കണിയിൽ വരാറുണ്ട്. ഒരു പോന്ന് നോക്കി നിൽക്കും. അങ്ങനെ വന്നാണ്. ഞാൻ ഒന്ന് വ്യൂ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. അവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അവിടെ ഒരു വീട് കണ്ട, അതാ അവിടെ വീട്ടുകാരെ കൃഷി ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ കാണാൻ നല്ല രസമാണ്. മയിലൊക്കെ വരാറുണ്ട് രാവിലെ, നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ വേറൊരു സൂത്രമുണ്ട്, വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഊതുമ്പോൾ പുകയൊക്കെ പോകണം. ഇത് സംസാരിക്കുമ്പോൾ വായിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ പുക പോകുന്നുണ്ട്. തണുപ്പുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. സമയം ഇപ്പം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞേ ഉള്ളൂ. നമുക്കിന്ന് ചെറിയ പണിയുണ്ട്. വേറെ നല്ല ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഇച്ചിരി കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് രാവിലെ തന്നെ. ഓക്കെ, അതെ, രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ക്രീം അടിക്കുവാണ്. ഇതൊക്കെ അടിച്ച് സെറ്റാക്കട്ടെ. അപ്പൊ നമുക്ക് കേക്കിന്റെ പണിയിലോട്ട് കിടക്കാം. കിച്ചണിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വേറെ തന്നെ കേക്കാക്കുന്ന ദിവസം ഏകദേശം കിച്ചൺ ഭയങ്കര അലമ്പായിരിക്കും. അപ്പൊ നമുക്ക് വേഗം ഒന്ന് പണിയൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഗൈസ്, ഇവിടെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരാള് വെളുത്തുള്ളി വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരാൾ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുന്നു. റീന ചേച്ചി എന്തോ ചെയ്യണേ? ചേച്ചി ചായ ഉണ്ടാവും. ഇന്ന് നമുക്ക് റീന ചേച്ചിയുടെ അടുത്തായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലിയും സാമ്പാറും ചായയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ താഴോട്ട് വന്നിട്ട് ഇതാ ഫസ്റ്റ് ഒരു കേക്ക് എല്ലാം സെറ്റാക്കി അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ആക്കി വെച്ചു. കേക്കിൻ്റെ പണിയൊക്കെ പകുതി ഒന്ന് ഒതുക്കി വെച്ച് അതിനിടയിൽ റീന ചേച്ചീൻ്റെ അടുത്ത് പോയി വന്നു. അവിടെയാണ് നിന്ന് ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ അവിടെ പോയി വന്നു. അങ്ങനെയായി. ഇപ്പോൾ കുളിച്ചൊന്നും ഒരുങ്ങി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നോക്കുകയാണ്. ഓക്കെ, വിശാല സമൃദ്ധമായ സദ്യയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. ചോറും സാമ്പാറും ചിക്കൻ പരട്ടും ചിക്കൻ കറിയും സാലഡും അച്ചാറും മാങ്ങാക്കറിയും പാലപ്പവും ഒന്നും പറയണ്ട. അതെല്ലാം കൂട്ടി എന്താ പറയുക, വയറ് നിറച്ചു അങ്ങോട്ട് ചോറും അപ്പം എല്ലാം കഴിച്ചു. പിന്നെ ഞാൻ അവിടുന്ന് നേരെ താഴെ വന്ന് രണ്ടാമത്തെ എൻ്റെ കേക്കിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി. പിന്നെ ഒന്ന് നേരെ പാർട്ടിയിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. ആനന്ദം എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ പാർട്ടി ഉണ്ടായിരുന്നത്. കയറി പോകുമ്പോൾ തന്നെ പുൽക്കൂടൊക്കെ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഹാള്. ഇവിടെ വെച്ചിട്ടാണ് പാർട്ടി നടക്കുന്നത്. സാധാരണ നമുക്ക് കോഫി ഹൗസിൻ്റെ മുകളിൽ തന്നെ ഗാലക്സി എന്ന് പറഞ്ഞിട്ടൊരു ഹോളുണ്ട്, അവിടെ വെച്ചിട്ടാണ് നടക്കാറ്. അവിടെ എന്തോ വേറെ പാർട്ടി വന്നതുകൊണ്ട് ഇന്ന് നമ്മൾ ആനന്ദ് എന്ന് പറയുന്ന ഇവരുടെ മുന്നേ ഉണ്ടായ ക്യാൻറ്റീനാണ്, അവിടെ വെച്ചിട്ട് ആയിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. പിന്നെ അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ നമ്മളെ നാട്ടിലെ പോലെ ഇവിടെയും പൈസ പിരിവ് ഉണ്ടായിരുന്നത്. ഒരു തമാശ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ എല്ലാവരും പൈസയൊക്കെ പിരിച്ച് അപ്പൂപ്പൻ ചോക്ലേറ്റൊക്കെ തന്നു. ഇതാണ് എൻ്റെ ഫൈനൽ 3ാമത്തെ കേക്ക്. ഇത് നമ്മളെ കോഫി ഹൗസുകാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു. ഞാനിത് വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല. നേരെ ഇവിടെ വന്ന് ഇത് സെറ്റ് ചെയ്തപ്പോഴാണ് വീഡിയോ എടുത്തത്. പിന്നെ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്കൊരു നേരം പോക്കെന്നുള്ള രീതിയിലൊരു കസേര കളി സ്റ്റാർട്ടായി. ഈ കസേര കളി എൻ്റെ ഭർത്താവിൻ്റെ ഐഡിയ ആണെന്ന് തോന്നുന്നു. കാരണം ഇതുപോലൊരു കസേര കളി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ കസേര തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഞാനിതുവരെ മുന്നേ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ സംഭവം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാനും ഈ കസേര കളി പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ ഏകദേശം 3ാമത്തെ റൗണ്ടായപ്പോൾ ഔട്ടായി. പിന്നെ നമ്മുടെ കുട്ടികളുടെ കസേര കളിയായിരുന്നു. അത് രസമുണ്ടായിരുന്നു. കുട്ടികളാകുമ്പം കാണാൻ ഭംഗിയുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ
അതും കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ കസേര കളിയായിരുന്നു. അതൊരു വൈബ് തന്നെയായിരുന്നു. അവർ പാട്ട് വെക്കുന്നു, അവർ ഡാൻസ് കളിക്കുന്നു, അവർ കസേര കളിയൊക്കെ മറന്നിട്ട് ഡാൻസിലായിരുന്നു കൂടുതലും മുഴുകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ ഫുഡായിരുന്നേ. അതൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോ എടുപ്പിലോട്ട് കടന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.